മനുഷ്യ ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. ഇവിടെ ഓണം വേറെ സ്ഥലങ്ങളിൽ വേറെ പല പേരുകളിലും ആഘോഷിക്കുന്നു അല്ലേ? കേരളീയര് എല്ലാവരും എനിക്ക് തോന്നുന്നു, കാരണം എൻ്റെ കുട്ടിക്കാലം പോലെ അങ്ങനെയാണ് ഞാൻ കണ്ട് വളർന്നത്. ഇപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും, എല്ലാ മതസ്ഥരും. ഇപ്പൊ പ്രത്യേകിച്ച് ജാതിമത ഭേദമന്യേ ഭക്ഷണം കഴിക്കുക എല്ലാവരും. ജോണേട്ടൻ ഏത് മതസ്ഥനാണ് എന്ന പേജിൽ കൂടെ അറിയാം, ക്രിസ്ത്യാനിയാണ്. അപ്പോ ജോണേട്ടൻ ഓണം ആഘോഷിക്കാതിരുന്നാൽ ജോണേട്ടന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. അത് ജോണേട്ടന്റെ കോൺഫിഡൻസ് ആണ്. അത് ജോണേട്ടന്റെ കോൺഫിഡൻസ് മാത്രമല്ല, അത് ജോണേട്ടന്റെ പ്രതാപത്തിന്റെ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. എനിക്ക് ആ പ്രതാപം വേണ്ട. അയ്യോ, ആ പ്രതാപം വേണ്ടേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഓണം ആഘോഷിച്ചുള്ള പ്രതാപം മതി. അത് ശരി, അങ്ങനെ പറഞ്ഞൂടാ. നമ്മുടെ പള്ളികളിൽ പോലും ഓണാഘോഷമുണ്ട്. പിന്നെ അതിനപ്പുറം എനിക്ക് അല്ല, പള്ളിയിലെ അച്ഛന്മാരും വ്യത്യസ്തമൊന്നും അല്ല. മറ്റേ മാവേലിയെ കുറിച്ച് അവര് തിയറിയൊക്കെ ഇറക്കിയത് ഞാൻ പണ്ടൊക്കെ എന്തോ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇല്ലല്ലോ ഇതിനകത്ത്. മാവേലി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണെന്നാണ് പറയുന്നത്. എല്ലായിടത്തും ചെറിയ. അപ്പൊ ഇത് കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണോ എന്നറിയില്ല, ഇപ്പുറത്തെ ഉസ്താദന്മാരും അദ്ദേഹം മാവേലി അല്ല, മാവോ അലിയാണ് മുഹമ്മദ് അലി എന്ന് പറയാൻ പറ്റില്ല, അത് ബോക്സർ അല്ലേ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് എന്തുകൊണ്ട് വരാത്തത് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഓണത്തിനെല്ലാം നമ്മൾ ഇത്തരത്തിൽ ഇപ്പോ സദ്യയിലൂടെ പായസം വിളമ്പുന്നത് പോലെ ഓണത്തിന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മസ്റ്റ് ആണ്. അതായത് അതെ, അറിയാലോ, ഈ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഓണം ആകുമ്പോൾ പൊങ്ങി വരും. ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണം എന്ന് പറയുന്നത് ഹറാമാണ്, ഓണം എന്ന് പറയുന്ന ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയതല്ല, എന്താണ് ഇത് നടക്കുന്നത്, എന്റെ പിള്ളാരെ എന്താണ് ഇത് നടക്കുന്നത്, നിങ്ങൾ തലയിൽ നിന്ന് തട്ടവും വലിച്ചൂരി വയറും തുറന്നിട്ട് തുള്ളുന്നത് ഇത് എന്തിനാണ്? ഇപ്പൊ രജനീകാന്തിന്റെ മറ്റേ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ എന്നൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ വൈബിൽ ഇങ്ങനെ ഓണാഘോഷിക്കുകയാണ് പിള്ളേര്. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്ക്. ആഘോഷിക്കട്ടെ, ആഘോഷിക്കാൻ പാടില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഒരു കാര്യമുണ്ട്, ആഘോഷങ്ങൾ എപ്പോഴും മതത്തിനെതിരാകാൻ കാരണം ഒരു മനുഷ്യൻ ആഘോഷിക്കുമ്പോൾ സന്തോഷം വരുന്നു അവന്. സന്തോഷിക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ തേടത്തില്ലെന്നല്ല, യഥാർത്ഥത്തിൽ സന്തോഷമാണ് ദൈവം, അതാണ് ദൈവം. സന്തോഷം, സ്നേഹം, ഇതൊക്കെയാണ് ദൈവം. പക്ഷെ സന്തോഷിക്കുന്നവൻ, ഒരു മനുഷ്യനെ സന്തോഷിക്കാൻ ഒരാൾ വിടാത്തത്, അല്ലെങ്കിൽ ഒരു പാതിരി, ഒരു പൂജാരി, ഒരു മൗലവി വിടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, അവന്റെ സന്തോഷങ്ങളെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഇവന്മാരുടെ അന്നം മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. ഭഗവാനും ഭക്തനും ഇടയിൽ മീഡിയേറ്റർമാരില്ല, അത് ജോണേട്ടന് അറിയാമല്ലോ. ഭഗവാനും ഭക്തൻ, ഇപ്പൊ സഭകളായിരുന്നാലും നമ്മുടെ പൂജാരി, നമുക്കിടയിൽ അത് പണ്ട് പ്രബലമായിരുന്നു. അതാണ് ഈ കാസ്റ്റ് സിസ്റ്റം, ജാതി സിസ്റ്റം, ജന്മി, കുടിയാൻ, തൊട്ടുകൂടായ്മ, തീണ്ടി കൂടായ്മ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊളിച്ചടുക്കി ആറ്റിക്കളഞ്ഞു. പിന്നെ ഇവരുടെ ഇടയിലൊക്കെ വരുമ്പോൾ ഈ ഭക്തനും ഭഗവാനും തമ്മിൽ മീഡിയേറ്റർമാരില്ല. മീഡിയേറ്റർമാരാണ് ഈ സന്തോഷിക്കാൻ അനുവദിക്കാത്തത്. ഈ സന്തോഷം വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓഷോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് എ പേഴ്സൺ ഈസ് റിയലി ഹാപ്പി then who cares about God? അതായത് ദൈവത്തിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? ഹാപ്പി ആണെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരുന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയത എങ്ങനെയാണ് ജോണേട്ടാ വരേണ്ടത്. ഇപ്പൊ ഒരാളുടെ ഭാര്യ അപ്പുറത്ത് അവന്റെ ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ സാഹചര്യത്തിൽ അയ്യോ എന്റെ ഭാര്യ പോയേ, ഇനി ഞാൻ കാശിയിലോട്ട് പോയി സന്യസിച്ചേക്കാം എന്ന് പറഞ്ഞു പോകുന്നതാണോ ആത്മീയത? ഈ മനസ്സിലാവുന്നില്ല. പൈസ കടം കയറി മുടിഞ്ഞു, ഇനി എന്നാ പിന്നെ സന്യസിച്ചേക്കാം, എല്ലാം പോയില്ലേ, സന്യസിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതാണോ ആത്മീയത? ആത്മീയത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷത്തിലൂടെ വരേണ്ട ഒരു സാധനമാണ് എന്നാണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞു ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞു ബുദ്ധിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇത് എൻ്റെ ലെവലിൽ നിന്ന് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ സർക്കംസ്റ്റാൻസിൽ നിന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. അതായത് ഒരിക്കലും ആത്മീയത വരേണ്ടത് ദുഃഖത്തിലൂടെയല്ല, സന്തോഷത്തിലൂടെയാണ്. നമ്മൾ സന്തോഷിച്ച് സന്തോഷത്തിന്റെ അങ്ങേ അറ്റം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ മടുക്കും, ഇല്ലേ? സന്തോഷം പോലും എന്താണ്, നമുക്ക് മടുക്കും, ഇല്ലേ? സന്തോഷം പോലും നമ്മൾ മടുത്ത്. അതായത് ജോണേട്ടന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം, ജോണേട്ടന് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ജോണേട്ടന് ഞാൻ ഒരു വർഷം 3 നേരം ചിക്കൻ ബിരിയാണി തിന്നാനായിട്ട് തരികയാണ്. ഒരു വർഷം വേണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം ആകുമ്പോ പിന്നെ ജോണേട്ടൻ ചിക്കൻ ബിരിയാണി ലോകത്ത് എവിടെ കണ്ടാലും തിരിഞ്ഞു നോക്കില്ല. കാരണം ആ വാസന നമ്മളെ വിട്ടു പോയി, അല്ലേ? അതുപോലെ സന്തോഷത്തിലൂടെ സകലതും അറിഞ്ഞ് സകല താല്പര്യങ്ങളും പൂർത്തീകരിച്ച് ആ വാസനകളെല്ലാം നമ്മളെ വിട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ്, ഈശ്വരനിലേക്ക് മുഖം തിരിക്കും, തേടും. ഇവിടെ സത്യം പറഞ്ഞാൽ ഈശ്വരനിലോട്ട് തേടുന്നവന്മാരൊക്കെ എങ്ങനെ തേടുന്നതാണ്? അവന്മാർക്ക് അയ്യോ ഒരു ട്രാജഡി ഉണ്ടായി, ഉടനെ ഈശ്വരന് അർപ്പിച്ചേക്കാം. കാമുകി മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഭാര്യ അപ്പുറത്തവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ മറ്റതായി മറിച്ചതായി,
സാമ്പത്തിക പ്രതിസന്ധി വന്നു. എന്നാ പിന്നെ ആത്മീയത. ആ സിനിമയുടെ പേരെന്താണ്, നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയില് ശ്രീനിവാസ മണിക്കൂറുകളോളം ഞാൻ എന്നിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള മൂവിയാണ്. പുള്ളിക്കാരൻ അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാൻ വയ്യ, എന്നാ പിന്നെ ഇനി സന്യസിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ടീമാണ്. അങ്ങനെയല്ല, കുടുംബമൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അപ്പൊ നമ്മള് ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഇപ്പോ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണസദ്യ, ഓണത്തിനിടയിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണസദ്യ നടന്നിട്ടുണ്ട്. അങ്ങനെ ഓണസദ്യ നടന്നപ്പോൾ ആ ഓണസദ്യ കഴിക്കാനായിട്ട് അവിടെ 2 മുസ്ലിം സ്ത്രീകൾ എത്തി. 2 അല്ല 3. ഓണത്തിനിടയിൽ ഒരു മതസൗഹാർദ്ദ കാഴ്ച എന്ന് പറഞ്ഞ് സകല മാധ്യമങ്ങളും ആ വീഡിയോ കൊടുത്തു. തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ കഴിക്കുന്ന മുസ്ലിം സഹോദരിമാർ എല്ലാ വർഷവും തിരുവോണ ദിവസം തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് തിരുവോണ സദ്യ. ജാതിമത ഭേദമന്യേ നാടിന്റെ നാനാഭാഗത്തു നിന്നും 25,000-ഓളം പേരാണ് തിരുവോണ ദിവസത്തെ സദ്യ കഴിക്കാൻ എത്തിയത്. അപ്പൊ ഈ സദ്യ കഴിക്കാൻ ഈ സ്ത്രീകൾ എത്തിയപ്പോൾ ഇവിടെ കുരുപൊട്ടിയത് ചില തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്കാണ്. അവർ ഈ പഴയ ഈ ഉസ്താക്കന്മാരുടെ വീഡിയോകളെല്ലാം കുത്തിപ്പൊക്കിയെടുത്തു. ആഘോഷിക്കാൻ പാടില്ല, നമ്മളിത് ആഘോഷിക്കാൻ പാടില്ല, ആഘോഷിക്കുന്നവരെ അനുവദിക്കാനും പാടില്ല. എന്നിട്ട് അവർ അതിനകത്ത് പറയുന്നത് എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ ബലാത്കാരമായിട്ട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കില്ലെന്നാണ് പറയുന്നത്. അതായത് പർദ്ദ ചോയ്സ് ആണ്. ആരുടെ? എന്റെ ഇക്കാന്റെ ചോയ്സ് എന്ന് പറയുന്നത് പോലെ എന്റെ ഇക്കാന്റെ ചോയ്സ് ആണ് പർദ്ദ, അല്ലാതെ എന്റെ ചോയ്സ് അല്ല. ഇക്കാജ് എന്ന് പറയും പർദ്ദ സ്ത്രീയുടെ ചോയ്സ് ആണ്, അത് ഞമ്മന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളോടുള്ള വിയോജിപ്പ് അത് ആദർശപരമാണ്, വിശ്വാസപരമാണ്. അതല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു വർഗീയ ചിന്ത കൊണ്ടോ ഒരു തീവ്രവാദ ചിന്ത കൊണ്ടോ ഭീകരവാദ ചിന്ത കൊണ്ടോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ബ്രാഹ്മണനോ ഒരു ഹിന്ദുമത വിശ്വാസിയോ ഒരു ക്രൈസ്തവനോ അവരവരുടെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നത്, കണിശത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല, മറിച്ച് അതവരുടെ പ്രതാപത്തിന്റെ ഭാഗമാണ്, അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ, എന്റെ ഈ സംസാരം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, മുസ്ലിമീങ്ങൾ അവരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങൾ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല, ആരും അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ ആ ഉസ്താദിന്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, പേര് വേണ്ട. ഉസ്താദ് നേരത്തെ സിംസാറുൽ ഹുഖ് ഹദ്വി എന്ന് പറഞ്ഞ് മുട്ടക്കാട്ടം പേരൊക്കെ സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു. അയാള് ഓണത്തെക്കുറിച്ചുള്ള വീഡിയോ ഇറക്കിയ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഭയങ്കര കുറ്റമാണ്. കാരണം ഓണത്തിന് സദ്യ കഴിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. പിന്നെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ, ഇപ്പോൾ അമ്പലത്തിനായിട്ട് പിരിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്ന ആൾക്കാര് നിങ്ങൾ പൈസ കൊടുക്കരുത്, അത് ഹറാമാണ്, ഷിർക്കാണ്. നിങ്ങൾ അതിന് സ്ട്രാറ്റജി ഉപയോഗിക്കണം. എന്താണ് സ്ട്രാറ്റജി? സിംസാറുൽ ഹുഖ് ഹദ്വി പറഞ്ഞ സ്ട്രാറ്റജിയാണ്. എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അവരെ നൈസായിട്ട് വീട്ടിനകത്ത് വിളിച്ചിട്ട് ഒരു 50 രൂപ അയക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് തന്നതല്ല, അതിന് ചായ കുടിക്കാൻ വെച്ചോ. അപ്പൊ നമുക്ക് മനസ്സിനൊരു ആശ്വാസം, ഞാൻ ചായ കുടിക്കാനാണല്ലോ കൊടുത്തത്, പുനരുദ്ധാരണത്തിനോ അതിനൊന്നും അല്ലല്ലോ കൊടുത്തത് എന്ന് പറഞ്ഞ് വീഡിയോകളൊക്കെ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ കൊടുത്തത്. അത് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ വേറെ ഉണ്ട്, പുള്ളി ഓരോ കാര്യങ്ങൾക്ക് ഹറാം ഹലാൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പുള്ളി പറയും ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഉസ്താദ് എന്തെങ്കിലും സംഭവിച്ചാൽ കൊടുക്കുമോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ പിന്നിൽ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, അറിയില്ലേ? ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആരാ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. പിന്നല്ലേ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ. ഇവരൊക്കെ കച്ചവടം, ഇവർ മുസ്ലിം സമുദായം ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടമാണ്. അവർക്കിടയിൽ അവരിതൊന്നും അറിയുന്നില്ല. ഇതുപോലുള്ളവന്മാര് കുത്തിത്തരിപ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് കത്തും. ഏതാണ് നമ്മളെ ഇവന്മാരെയൊക്കെ കുറെ കാലമായിട്ട് കാണുന്നല്ലേ? ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്, അല്ലേ? ഇമ്മാനുവൽ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ നിങ്ങൾ എടുക്കാൻ പാടില്ല, ഹറാമാണ്. അതിന് ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾക്കിടയിൽ ദൈവത്തിന്റെ പടച്ചട്ട എണീച്ച് ഒരു വിദ്വേഷം ഇറക്കുന്നു. രണ്ടാമത് പുള്ളി പറയുന്നു, പുള്ളിയുടെ ഒരു പ്രസംഗത്തിൽ പുള്ളി പറയുന്നതാണ്, ആ പ്രസംഗം ഇപ്പൊ എന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ കേൾപ്പിക്കായിരുന്നു. എന്താണ്, ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇത് ഏത് ഇറച്ചിയുണ്ടല്ലോ, മട്ടൺ, ചിക്കൻ, ബീഫ് എന്നിങ്ങനെയുള്ള ഇറച്ചികൾ നിങ്ങൾ മുസ്ലിം സമുദായക്കാരുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം, അല്ലാതെ വാങ്ങിയാൽ ഹറാമാണ്. പക്ഷെ മീന് നിങ്ങൾക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. കാരണം എന്താ, മത്സ്യ കച്ചവടം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇല്ലെങ്കിൽ മീൻ തിന്നാൻ പറ്റത്തില്ലല്ലോ. അവര് പറയുന്നത് മുസ്ലിം അറുത്ത ഇറച്ചി തന്നെ നമ്മൾ കഴിക്കണം.
മുസ്ലിം അറുത്ത ഇറച്ചി ഉണ്ടല്ലോ, അതാണ് ഹലാൽ ഭക്ഷണം. അവൻ അറുത്ത തന്നെ കഴിക്കണം. പക്ഷെ മത്സ്യം കുഴപ്പമില്ല, മത്സ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടോ കഴിക്കാം. കാരണം മത്സ്യം എന്താ, മുക്കോ സ്ത്രീകൾ ആർക്കായിരിക്കുന്നത്, മനസ്സിലല്ലേ? അവരറുത്ത് തരും, അവരറുത്ത് ചോദിച്ചാൽ അവരറുത്ത് തരും. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് നമ്മൾ ഇഴകേരി പരിശോധിച്ചാൽ ഇതുപോലെ അതിനകത്ത് ഒരുപാട് അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇതിനകത്ത് ഈ പുള്ളി പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ആദർശപരമാണ്. എന്താണ് അവരുടെ വിശ്വാസങ്ങൾ ആദർശപരമാണ്, വിശ്വാസപരമാണ്. ഇത് തീവ്രവാദ ചിന്തയല്ല, വർഗീയ ചിന്തയല്ല, ഇത് ഭീകരവാദമല്ല എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പുള്ളിക്കാരൻ പറയുന്നതിനെക്കാട്ടിലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നതല്ലേ നല്ലത്. ഇപ്പൊ മുസ്ലിങ്ങളുടെ മുഴുവൻ മൊത്തക്കച്ചവടക്കാരൻ പുള്ളിയാണോ? അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ താഴെ തെറി എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കത്തില്ല. അയ്യോ, ഇവിടെ ഓണാഘോഷത്തിന് ഫ്രണ്ടിൽ നിൽക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും. തട്ട ഇടണോ, മറ്റേ മുണ്ടെടുക്കണോ, കുറി തൊടണോ, എന്തിനു വേണം, എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത് ഇവരാണ്. മനസ്സിലായല്ലേ? അല്ല, ഇത് പറഞ്ഞപ്പോൾ പണ്ട് എന്നോട് ഒരു സന്യാസി വര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ ഈ ഭൂമിയിൽ, ഈ ഭാരത ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത്. ഒരു ജനിച്ചു വീഴുന്ന എല്ലാവരും. ഇപ്പൊ ഒരു മുസ്ലിം ഇവിടെ മുസ്ലിം ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു, അവൻ ഹിന്ദുവാ, സുന്നത്ത് ചെയ്യുന്നത് പോലെ. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, അവൻ ജ്ഞാനസ്നാനം ചെയ്താൽ മാത്രമേ ക്രിസ്ത്യാനി ആവത്തുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവര് പറയും നിങ്ങൾക്ക് ഹിന്ദു ആവണമെങ്കിൽ മറ്റേ ഇത് കെട്ടണ്ടേ, ഏതാ നൂല് കെട്ടണ്ടേ, 28 ചടങ്ങൊക്കെ. ആക്ച്വലി നൂല് കെട്ടുക എന്നൊക്കെ പറയുന്ന ആ കൊച്ചിന്റെ ഇടുപ്പിനൊന്ന് ഒതുങ്ങി വളർന്നു വരാൻ വേണ്ടിയിട്ട് അത് കെട്ടി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നതാണ്, ഇത് ഭീകരവാദമല്ല, നിങ്ങൾ ഓണം ആഘോഷിക്കരുത്, ഇത് ഭീകരവാദമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്ത് പറയാൻ, ഇത് ഭീകരവാദമല്ല, ഇത് തീവ്രവാദമല്ലെന്ന്. തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ ആഘോഷത്തിൽ എന്താണ് അതിനെതിരെ പറയുന്നതാണ് തീവ്രവാദം, ഇല്ലേ? ഭീകരവാദം എന്ന് പറഞ്ഞാൽ അവൻ അത് ആഘോഷിക്കുമ്പോൾ തോക്ക് കൊടുത്ത് അവന് നേരെ വെടിവെക്കുന്നതാണ് ഭീകരവാദം. രണ്ടിന്റെയും ഇത് മനസ്സിലല്ലോ. അപ്പോ ഇത് വർഗീയ ചിന്തയല്ല എന്നും പറയുന്നു. ഇതിൽ വർഗീയതയുണ്ട്, തീവ്രവാദമുണ്ട്, ഇതിലെല്ലാം ഉണ്ട്. ഓണം നിങ്ങൾ ആഘോഷിക്കരുത്, മനസ്സിലല്ലേ? ഓണം നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല. ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഓണം എന്നിട്ട് പറയുന്നത് തീവ്രവാദമല്ല. ഓണം ആഘോഷിക്കില്ലെന്ന് പറയുന്നത് ആദ്യത്തെ തീവ്രവാദം. രണ്ടാമത് ഇത് വർഗീയ ചിന്തയല്ല എന്ന് പറയുന്നത് വർഗീയമായിട്ടുള്ള ചിന്ത മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത് പുള്ളിക്കാരൻ പറയുന്നത് ബ്രാഹ്മണൻ, ഹിന്ദു മതവിശ്വാസി, ക്രൈസ്തവൻ. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. ഇവർ ഈ ബ്രാഹ്മണൻ, ദളിതൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഹിന്ദുക്കൾ എന്തിനാണ് പിരിക്കാൻ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ബ്രാഹ്മണനും ഹിന്ദുവാണ്, ദളിതരും ഹിന്ദു, എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം നമുക്കിടയിൽ വന്നുപോയി. അത് ബ്രിട്ടീഷുകാരും ഇതിനു മുമ്പുള്ള മുഗളന്മാരും എല്ലാമാരും വന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ വിഘടിപ്പിച്ച് നിർത്താനായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. മനസ്സിലല്ലേ? അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അതിനകത്ത് കാസ്റ്റ് സിസ്റ്റം സഹിക്കാൻ വയ്യാതെ കുറെ ആൾക്കാർ ചാടിപ്പോയി മതമൊക്കെ മാറിയത്. അങ്ങനെയാണ് ഇവിടെ കുറെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ അങ്ങനെ മതം മാറിയത്. ഇപ്പൊ ഉസ്താദിന്റെ പൂർവികരെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? ഹിന്ദു. അല്ലാതെ പിന്നെ ആരാ? ഇവിടെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന ആര്യാടൻ മുഹമ്മദോ, പുള്ളിക്കാരൻ്റെ ഒരു പ്രസംഗമുണ്ട്, എന്റെ പൂർവികരാരാ? ഹിന്ദുക്കൾ. ഈ മതം, ഈ ഭൂമി, ഈ മതം, ഇതെല്ലാം ഇവിടെ മതമല്ലേ, ഇത് ഈ സംസ്കാരം ഇവിടെ ഉണ്ടായിട്ട് എത്ര കൊല്ലമായിട്ട് പോലും നിശ്ചയിക്കാനായിട്ട് പറ്റില്ല. ഈ പുള്ളിക്കാരൻ പറയുന്നത് ബ്രാഹ്മണൻ, ഹിന്ദുമത വിശ്വാസി, ക്രൈസ്തവർ വിശ്വാസത്തോട് കനിഷ്ഠത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല. അവരവരുടെ വിശ്വാസത്തോട് അത് കറക്റ്റാണ്. അത് നിങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ജോണേട്ടനൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസം കണിശമായി പുലർത്തുകയാണെങ്കിൽ അത് വർഗീയതയുടെ ഭാഗമല്ല, അത് ശരിയാണ്. മറിച്ച് അത് അവരുടെ പ്രതാപത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ എന്താണ്, ഈ മതവിശ്വാസത്തിൽ കണിശത പാലിക്കുന്നത് സ്വകാര്യമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ഒരു മതവിശ്വാസമുണ്ട്, ഞാൻ എൻ്റെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ ഭക്ഷണത്തിൽ തുപ്പുകയോ ആ തുപ്പലെടുത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ തേക്കുകയോ ചെയ്യും. ഇത് ജോണേട്ടനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഒരു ഉസ്താദ് തുപ്പിയിട്ട് അത് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ അത് ബാധിക്കുമോ? അത് ബാധിക്കും. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ തുപ്പും, അതെടുത്ത് കഴിക്കും. അത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുമല്ല അത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ സ്വകാര്യതയിൽ എവിടെയോ ഇരുന്ന് ആരും കാണാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ ബാധിക്കുമോ? ബാധിക്കില്ല. ഉദാഹരണം ശബരിമല അയ്യപ്പൻ. ശബരിമല അയ്യപ്പൻ ഇവിടെ എം ജി റോഡിന്റെ നടുക്കല്ല വന്നിരിക്കുന്നത്. എന്നെ ആരും കാണാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 18 മലയുടെ നടുക്ക്, ഘോര വനത്തിന്റെ നടുക്കാണ് അദ്ദേഹം പോയി സമാധി ഇരിക്കുന്നത്. അവിടെയാണ് വഴിയും വെട്ടിത്തെളിച്ച് പോയിട്ട് ഞങ്ങൾക്ക് കയറണമെന്ന് പറയുന്നത്. നല്ല കാര്യമുണ്ട്. എന്നെ ആരും കാണാൻ വരണ്ട, ഞാൻ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ എന്നല്ലേ അയ്യപ്പൻ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രതാപം, വിശ്വാസം. ആ ശബരിമല അയ്യപ്പ ഇവിടെ വന്നിട്ട് എം ജി റോഡിന്റെ നടുക്കിൽ ഇരുന്നിട്ട് പറയാൻ ഇത്രയും സ്ഥലം എനിക്ക് വേണം, എന്നെ ആരും കാണാൻ പറ്റണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു വഴി കിടക്കണ്ടേ എന്ന് പറയുന്നത് പോലെയാണ് കാര്യം. അപ്പൊ പുള്ളി പറയുന്നത് ഈ വിശ്വാസത്തോട് കണിശത പാലിക്കുന്നത് വർഗീയയുടെ ഭാഗം ശരിയാണ്. പക്ഷെ പുള്ളിയുടെ വിശ്വാസത്തോട് പാലിച്ചോ? നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ കാണിക്കുന്ന കണിശത മറ്റുള്ളവരും കാണിക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? അതല്ലേ തീവ്രവാദം. ഞാൻ പറയുകയാണ്,
എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഇന്നതാണ്, അത് നിങ്ങളും പാലിക്കണം. എടേ അവൻ വേണമെങ്കിൽ പാലിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന ഇതിനൊക്കെ മുകളിലാണല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അഭിപ്രായ സ്വാതന്ത്ര്യം, വേറെ പല സ്വാതന്ത്ര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാം പറഞ്ഞ്. ഈ ഫ്രീഡം നിങ്ങൾ അവർക്ക് കൊടുക്കണ്ടേ? ഇല്ലേ? എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലോ, അവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അതും തീവ്രവാദമാണെന്ന് പറയരുത്. ഇനി അടുത്തത്, അമുസ്ലിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇത് അമുസ്ലിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഈ അമുസ്ലിങ്ങളുടെ മേൽ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ നിങ്ങളത് ഇഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം. ഇവരുടെ ചോദ്യം. ഞാനൊരു ചോദ്യം, ഇത് കണ്ടിക്കാൻ വളരെ എളുപ്പമോ? ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം. നിങ്ങളുടെ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാണല്ലോ ഹലാൽ. ആ ഹലാൽ ഹോട്ടലിൽ ഇവിടെ ഒരു മുസ്ലിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഒരു ഹിന്ദു കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? വർഗീയത പറയുന്നു നിങ്ങൾ പറയില്ലേ? നിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഒരു ഹിന്ദു, അപ്പൊ ഇവന്മാരാണ് ഇതിനൊക്കെ തുടക്കം ഇടുന്നത്. ഇവന്മാര് പറയുന്നു ഓണം ആഘോഷിക്കരുത്, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഞങ്ങൾ കയറുന്നില്ല. ഹലാൽ ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട്, അതാണ് ഈ കാർവാർ യാത്രയിലൊക്കെ നടന്നത്, അറിയാമോ? ഇപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ ഇവന്മാർക്ക് അമ്പോ എന്ന് തോന്നും, പക്ഷെ ഉത്തർപ്രദേശിലൊക്കെ ചെല്ലുമ്പോൾ ഇത് അവിടെ നടക്കുന്നുണ്ട്. കാർവാർ യാത്രയിൽ നിങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഹോട്ടലിൽ കയറാൻ താല്പര്യമില്ല. കാരണം അവർ പച്ചയ്ക്ക് പറയുകയാണ്, നിങ്ങളുടെ പേര് എഴുതി പ്രദർശിപ്പിക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ഹലാൽ ഭക്ഷണങ്ങളാണ്, ഞങ്ങൾക്കത് കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണെന്നുള്ള അവന്റെ, ഈ പുള്ളിക്കാരൻ പറയുന്ന പോലെ അവന്റെ വിശ്വാസത്തോടെ അവൻ കണിശത പാലിക്കുകയാണ്. അപ്പൊ അത് വർഗീയതയാണോ ഉസ്താദ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഉസ്താദിന്റെ അണ്ണാക്കിൽ പിരിവെട്ടൂലേ? കാര്യത്തിൽ ചോദിക്കുക. ഞാൻ നാളെ മുതൽ പറയണം എനിക്ക് ഹലാൽ ഹോട്ടലുകളിൽ വേണ്ട, എനിക്ക് പുതിയ പുതിയ ഹോട്ടലുകൾ വേണം എന്ന് ഞാൻ ചിന്തിച്ചാലോ, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുകയാണ് ഞാനൊരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറുന്നില്ല എന്ന് ചിന്തിച്ചാലോ, നമ്മുടെ നാട് എവിടെ പോയി നിൽക്കും? അല്ല, അത് മാത്രമല്ല ഉസ്താദ്, ഈ ഓണത്തെ കുറിച്ച് അതിനകത്ത് കാര്യമില്ല. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐതിഹ്യത്തിന്റെ ദേശീയ ഉത്സവമാണ്. അതിനകത്ത് ഐതിഹ്യം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഓണം, ഈ പെരുന്നാള്, ക്രിസ്മസ്, അയ്യോ ഇതൊന്നും ഇല്ലാതെ എന്തോ മലയാളി ഉള്ളത്. ഞാൻ പറയട്ടെ, ഓണത്തിന് നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, അവര് സദ്യ കഴിക്കും. നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഈ സദ്യയുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കും, ഇല്ലേ? നമ്മൾ അവിടെ പോയി ബിരിയാണി കഴിക്കും, ഇല്ലേ? അവരുടെ വീട്ടിൽ പോയി ബിരിയാണിയും കഴിക്കും. അത് കഴിച്ചിട്ട് അവരെ ഇങ്ങോട്ട് വിഷുവിന് വിളിക്കും, ഓണക്കോടി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെയല്ലേ ഏട്ടാ ജീവിച്ചോണ്ട്. ക്രിസ്മസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓണവും വിഷുവിനെയൊക്കെ കാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ക്രിസ്മസ്. നല്ല രസമല്ലേ? ഞാൻ വീട്ടിൽ പണ്ട് പുൽക്കൂടൊക്കെ ഒരുക്കും. അയ്യോ ഭയങ്കര രസമാണ്. ഇപ്പൊ എന്റെ വീട്ടിലൂടെ അതുവഴി കടന്നു പോകുന്ന ആൾക്കാർ എന്റെ വീട് കണ്ട ഒരു ക്രിസ്ത്യാനിയുടെ വീടാണെന്ന് തോന്നും. എന്നാൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ക്രിസ്മസ് അപ്പം എന്റെ മാസ്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അച്ഛൻ ഒരു വേണമെന്നപ്പോ മാസ്ക് കൊണ്ടുവന്നു, പുൽക്കൂട് കൊണ്ടുവന്നു. ഭയങ്കര രസമാണ്. പുൽക്കൂട് ഒഴുക്കി അതിനകത്ത് സീരിയൽ ലൈറ്റ് ഇട്ടേക്കും. ഇപ്പൊ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഈ പുൽക്കൂടിനെ ഈ വൈക്കോലൊക്കെ വെച്ചിരിക്കില്ല, അതിനകത്ത് ഈ യേശു ക്രിസ്തുവിനെ തട്ടി മാറ്റിയിട്ട് പൂച്ച കയറി കിടക്കും. പൂച്ച അടിച്ചോട്ടിച്ച് വീണ്ടും യേശുവിനെ എടുത്ത് തിരിച്ചു വെക്കും. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ട് ആഘോഷിച്ച് പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കും, ഇല്ലേ? മഞ്ഞ്, ഒരു ധനുമാസം, ഒരു ഭയങ്കര നക്ഷത്രം, അല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്ക് ക്രിസ്മസ് വരുമ്പോൾ. ഓണത്തിനെക്കാട്ടിലും നമ്മൾ അങ്ങനെയാണ് ഇവിടെ വളർന്നു വരുന്നത്. അതിന്റെ ഇടയിലാണ് അവന്മാരൊക്കെ വിഷങ്ങൾ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നത്. അത് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുമായിട്ട് വരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഇതൊന്നും കേട്ടിട്ട് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള, ഇവിടെ സൗദി അറേബ്യ മാറി. മുസ്ലിം സ്ത്രീകള് ഇനി ഓണത്തിന് ഡാൻസ് കളിക്കണമെന്ന് തോന്നിയാൽ ഡാൻസ് കളിക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഡാൻസ് കളിക്കണ്ടെന്ന് തോന്നിയാൽ കളിക്കണ്ട, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും കൈകടത്താൻ ഇവിടെ ആരും വരത്തില്ല. നിയമമൊന്നും ഇല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടന പറയട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളിക്കണ്ടാന്ന്, എങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.